നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ മെയിൻ പാർട്ടാണ് കണ്ണ്. പഞ്ചേന്ദ്രിയങ്ങൾ എത്ര ഉണ്ട്? 5 എണ്ണമുണ്ട്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് അല്ലേ. പക്ഷെ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലെ 80% ഏതാണ്? കണ്ണാണ് അല്ലേ. അപ്പം നമുക്കിന്ന് കണ്ണിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കണ്ണ് ആത്മാവിലേക്കുള്ള ജാലകമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കണ്ണിനെ അങ്ങനെ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഒരാളുടെ കണ്ണ് കണ്ടാൽ നമുക്ക് ആളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. കണ്ണ് കണ്ടാൽ അയാൾ ദേഷ്യത്തിലാണോ സന്തോഷത്തിലാണോ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആത്മാവിലേക്കുള്ള ജാലകം എന്ന് കണ്ണിനെ പറയുന്നത്. പിന്നെ അറിവിലേക്കുള്ള ജാലകം, നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം പഠിക്കുമ്പോൾ നമ്മൾ കണ്ണിലൂടെ പഠിക്കുന്നതും വേറെ കേട്ട് പഠിക്കുന്നതായിട്ട് നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് കണ്ണിലൂടെ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് അറിവിലേക്കുള്ള ജാലകമെന്നും കണ്ണിനെ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം, ലോക കാഴ്ച ദിനം എന്നാണ്. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് കാഴ്ച ദിനം. അടുത്തത് കണ്ണിനെക്കുറിച്ചുള്ള പഠനം ആണ് ഒഫ്താൽമോളജിയാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം. പിന്നെ നമ്മൾ പറയും ഇന്ദ്രിയ അനുഭവത്തിൻ്റെ 80% പ്രാധാന്യം ചെയ്യുന്നത് എന്താണ്? കണ്ണാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവവും കണ്ണാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെൻറ്റിമീറ്ററാണ്? 25 സെൻറ്റിമീറ്ററാണ്. കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്ന ഭാഗമാണ് നേത്രകൂടാരം എന്ന ഇതിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവം കണ്ണാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എ ആണ്. 25 സെൻറ്റിമീറ്ററാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം. നേത്രകൂടാരത്തിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കണ്ണുകളെ നേത്രകൂടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ബാഹ്യ കൺപേശികളാണ്. നേത്രഗോളത്തിൻ്റെ പാളികൾ 3 തരത്തിലുണ്ട്: ദൃഢപടലം, രക്തപടലം, റെറ്റിന. ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. കണ്ണിലെ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന. കണ്ണിലെ പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ, പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. കണ്ണിലെ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന. റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഫി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം അന്ധബിന്ദു. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് കോർണിയ. നമ്മുടെ ഒരാൾക്ക് കണ്ണ് മാറ്റിവെച്ചു പറയുമ്പോൾ കണ്ണ് മൊത്തത്തിലെടുത്തിട്ടല്ല മാറ്റിവെക്കുക. കണ്ണിലെ ഈ കോർണിയ എന്നൊരു പോർഷൻ മാത്രമാണ് മാറ്റിവെക്കുള്ളൂ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ. കോർണിയ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രത അനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ. കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. രോഗങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത.
വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ്. നീല എന്ന നിറം മാത്രമാണ് വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് കാണാൻ കഴിയുന്ന കളർ നീല. തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പ്, പച്ച. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. എന്താണ് തിമിരം? പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് തിമിരം. തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ്. തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ലെൻസ്. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൈക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൈക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപകാരി എന്നറിയപ്പെടുന്ന രോഗവും ഗ്ലൈക്കോമയാണ്. എന്താണ്? നിശബ്ദനായ കൊലയാളി. നിശബ്ദനായ കാഴ്ചശക്തി അപകാരി. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലൈക്കോമ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അസാധാര്യവുമായി തീരുന്ന അവസ്ഥ കണ്ണുനീരില്ലാത്ത കണ്ണ് വളരുന്ന അവസ്ഥ എന്നും പറയാം. എന്തിന്? സിറോഫ്താൽമിയ. അടുത്ത് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് വെള്ളെഴുത്ത്. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. അടുത്ത് 2 കണ്ണുകളും ഒരേ അവസ്ഥയിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. ചിലവരെ കണ്ടിട്ടില്ല, ഒരു കണ്ണ് നേരെ നോക്കാൻ പറ്റും, ഒരു കണ്ണ് പക്ഷേ വേറെ ദിശയിലേക്കാവും നോക്കുന്നത്, അതാണ് കോങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന ഭാഗമാണ് ചെങ്കണ്ണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിയാണ് കേട്ടോ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഇത്രയാണ് നമ്മൾ കണ്ണിനെ കുറിച്ച് പറയുന്നത്. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. 80% കണ്ണാണ് പ്രദാനം ചെയ്യുന്ന അവയവമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ 80% കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന അവയവവും കണ്ണാണ്. ജീവകം എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട ജീവകം.